ഹിസ് മൈൻഡ് പാർട്ട് 19. ആ ദിവസം വൈകുന്നേരം ഉറക്കക്ഷീണത്തോടെ എഴുന്നേറ്റ സാറ കാണുന്നത് അവളുടെ മാറിൽ മുഖമമർത്തി കിടക്കുന്ന ആദിയെയാണ്. അപ്പോളായിരുന്നു കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളൊക്കെയും അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. അതിൻ്റെ ഫലമായി അവളുടെ കവിളിൽ നാണത്തിൻ്റെ ചുവപ്പ് നിറഞ്ഞു വന്നു. കുറച്ചുനേരം ശാന്തമായി ഉറങ്ങുന്ന ആദിയെ നോക്കിക്കൊണ്ട് അവൾ അങ്ങനെ തന്നെ കിടന്നു. ഇച്ചായ, എനിക്ക് ഈ നിമിഷം ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവതി ഞാനാവും. പൂർണ്ണമായും ഇച്ചായൻ്റെ മാത്രമായി അലിഞ്ഞു ചേർന്ന ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ നെഞ്ചിൽ ഞാൻ എന്നും സുരക്ഷിതയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കർത്താവ് ഒരിക്കലും മരണത്തിലല്ലാതെ നമ്മളെ വേർപെടുത്താതിരിക്കട്ടെ. അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ നെറ്റിയിൽ പതിയെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. ആദ്യം നല്ല ഉറക്കായതിനാൽ താൻ എഴുന്നേറ്റാൽ അവൻ്റെ ഉറക്കു പോകുമോ എന്നോർത്ത് കൊണ്ടവൾ അങ്ങനെ തന്നെ കിടന്നു, അവനെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട്. വീണ്ടും കുറച്ചു നേരം കൂടെ ഇരുവരും ഉറങ്ങിയതിനു ശേഷമാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റപ്പോൾ തന്നെ ആദിയെ നോക്കാനാവാതെ മുഖം താഴ്ത്തി പുതപ്പ് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കിക്കിടന്നു. അവിടുന്ന് അങ്ങോട്ട് ഒരാഴ്ചക്കാലം ആരുടെയും ശല്യം ഏതുമില്ലാതെ ഇച്ചായനും അവൻ്റെ ഏഞ്ചലും ഓരോ നിമിഷവും പ്രണയിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്ക് രമയും ദേവിയും ഫോൺ വിളിച്ചു എന്നല്ലാതെ ആദി സാറ ഒന്ന് ഓക്കെ ആകുന്നത് വരെ അവിടേക്ക് തിരികെ പോകാൻ നിന്നില്ല. അതിനിടയിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ രഘു അവരെ അവിടെ ഒട്ടാകെ അന്വേഷിച്ചു എങ്കിലും ജിത്തു ഒന്നും പറഞ്ഞില്ല. പലതും കണക്ക് കൂട്ടി വ്യക്തമായ പ്ലാനോടെ അവൻ കാത്തിരുന്നു. അങ്ങനെ കൃത്യം ഒരാഴ്ച കഴിഞ്ഞതും പ്രണയവേഴ്ചയുടെ ആലസ്യത്തോടെ ആദിയുടെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന സാറയുടെ നെറുകയിൽ ചുംബിച്ച് കിടക്കുകയായിരുന്ന ആദിയുടെ ഫോൺ നിർത്താതെ അടിയാൻ തുടങ്ങി. സാറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചതും മറുവശത്ത് നിന്ന് കേട്ട വാർത്തയിൽ അവൻ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഏഞ്ചൽ, നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് വീട് വരെ പോയി വരാം, എൻ്റെ അമ്മ. അന്നാദ്യമായി ഇടറിക്കൊണ്ട് അവൻ പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. ഇച്ചായ, എന്താ പറ്റിയേ? ഇത്രയും ടെൻഷൻ ആവുന്നത് എന്തിനാ? കാര്യം പറ. സാറ അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയ ആദിയെ കെട്ടിപ്പിടിച്ചുവെങ്കിലും ദേവിയുടെ കാര്യം ഓർത്തപ്പോൾ അവൻ കണ്ണൊന്ന് ഇറുക്കി അടച്ചുകൊണ്ട് അവളെ തള്ളി മാറ്റി ചാടി എഴുന്നേറ്റു. നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ശല്യം. അല്ലേ തന്നെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു കൊഞ്ചൽ. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് സാറ. നീ കാരണമാണ് എൻ്റെ അമ്മയെ എന്നാരോ തട്ടിക്കൊണ്ടു പോയത്. സമാധാനമായോ നിനക്ക്? ആദ്യമായി അവളോട് പൊട്ടിത്തെറിക്കുമ്പോൾ ആദിയുടെ ഉള്ളിൽ അവളോടുള്ള പ്രണയത്തേക്കാൾ ഉപരി സ്വന്തം അമ്മയോടുള്ള സ്നേഹമായിരുന്നു. അച്ഛനെ നഷ്ടപ്പെട്ട വേദന വേണ്ടുവോളം സഹിച്ച അവന് അമ്മയെയും കൂടി നഷ്ടപ്പെടാൻ വയ്യായിരുന്നു. എന്നാൽ ഇതേസമയം അവൻ ദേഷ്യപ്പെട്ടതിനേക്കാൾ ഉപരി അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയായിരുന്നു സാറ. ദേവിയെ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്ന വാർത്ത അവളിൽ വല്ലാത്തൊരു നടുക്കം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ മുറിവിട്ടിറങ്ങാൻ പോകുന്നവനെ പിന്നിൽ നിന്നും പിടിച്ചു നിർത്തിക്കൊണ്ടവൾ വെപ്രാളത്തോടെ അവൻ്റെ മുന്നിൽ കയറി നിന്നു. അതുകൂടെ ആയതും ആദിയുടെ കൺട്രോൾ പോകുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ, മുന്നിൽ നിന്ന് മാറ്. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൻ പറയുന്നതോടൊപ്പം അവളെ മറികടന്നു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും സാറ അവനെ വിടാതെ ചുറ്റിപ്പിടിച്ചു കൊണ്ടിരുന്നു. ഇച്ചായ, അമ്മയ്ക്ക് എന്തു പറ്റി? അതിന് ഞാൻ എന്ത് ചെയ്തു ഇച്ചായ? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകല്ലേ ഇച്ചായ, എനിക്ക് പേടിയാണ്, ഞാൻ പോകാൻ വിടില്ല. അവനെ നോക്കി കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ അതൊന്നും തന്നെ അവൻ്റെ മനസ്സിലില്ലായിരുന്നു. ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനിടയിൽ ഞാൻ നിന്നെ എവിടേക്ക് കെട്ടിയെടുക്കണമെന്നായി പറയുന്നത്? ഞാൻ വരുന്നത് വരെ ഇവിടെ നിൽക്കാൻ പറയാമെങ്കിൽ ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. അതും പറഞ്ഞുകൊണ്ട് അവളെ ശക്തിയായി തള്ളിമാറ്റിക്കൊണ്ട് ആദി വേഗത്തിൽ സ്റ്റെയർ ഇറങ്ങി കാറിൽ കയറി ഓടിച്ചു പോയപ്പോൾ കരഞ്ഞുകൊണ്ട് പോവല്ലേ ഇച്ചായ എന്ന് പറഞ്ഞ് അവൻ്റെ പിറകിൽ ഓടിവരുന്ന സാറയെ അവൻ ശ്രദ്ധിച്ചില്ല. ഇടറിയ കാലുകളോടെ അവൾ സ്റ്റെയർ ഇറങ്ങി ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ക്ഷീണവും തളർച്ചയും കാരണം അവൾ തലകറങ്ങി അവിടേക്ക് തന്നെ വീണിരുന്നു. അതേസമയം തന്നെ അത്രയും നേരം ആ വീടിന് പിറകിൽ മറഞ്ഞിരുന്ന ഒരു രൂപം അകത്തേക്ക് നടന്നു വരികയും സാറയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇതേസമയം ദേവിയെ അന്വേഷിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ കാറും എടുത്തു പോവുകയായിരുന്നു ആദി. എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ നിറഞ്ഞ കണ്ണുകളോടെ അവൻ നീലേശ്വരത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ അകത്ത് ഒരനക്കവും കേൾക്കാതെ വന്നപ്പോൾ അവൻ്റെ മുഖം സംശയം കൊണ്ട് നിറഞ്ഞു. കുറച്ചു മുന്നേ രമ വിളിച്ചു പറഞ്ഞത് വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു ദേവിയെ ആരോ പിടിച്ചുകൊണ്ടുപോയി എന്ന്. പക്ഷേ ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടും പുറത്തേക്ക് രമ വരുന്നത് കാണാത്തത് കണ്ട ആദി ശബ്ദമുണ്ടാക്കാതെ വീടിനകത്തേക്ക് കയറി ഹാളിൽ എത്തിയപ്പോൾ തന്നെ മുന്നിലുള്ള കാഴ്ച കണ്ട അവൻ്റെ ഹൃദയം പോലും ഒരു നിമിഷം നിശ്ചലമായി. ചുറ്റിലും രക്തത്തിൽ കുളിച്ച് ജീവനറ്റ് കിടക്കുന്ന രമയെ ഒരു നോക്ക് കാണാനേ അവനായുള്ളൂ. അതിനു മുന്നേ അവൻ്റെ തലയ്ക്ക് പിന്നിൽ ഭാരമുള്ള ഒരു ദണ്ട് കൊണ്ട് ആരോ അടിച്ചു വീഴ്ത്തിയിരുന്നു.